പ്രിയങ്കയുടെ പ്രചാരണത്തിന് മമത എത്തുമോ? തൃണമൂലുമായി അടുക്കുന്നോ കോൺഗ്രസ്? വിട്ടുപോയവരും അടുക്കുമോ? കോൺഗ്രസിനോട് മമത കാട്ടി പ്രാദേശിക പാർട്ടികൾ. സുബിഷെ, വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിന് വേണ്ടി മമത എത്തുകയാണെങ്കിൽ അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ബംഗാളിന് പുറത്തേക്കും CPM-നെ കടന്നാക്രമിക്കാൻ മമതാ ബാനർജി വരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസുമായി അവർ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. എന്തു തന്നെയായാലും ഇത് ഒരു സാധാരണ പ്രചാരണമായിരിക്കില്ല. അവരെത്തുകയാണെങ്കിൽ അത് മാറുന്ന ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സൂചനയായിരിക്കും. നിലവിൽ മമതാ ബാനർജി അവരുടെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം. പൊതുവെ കോൺഗ്രസിനോട് പലപ്പോഴും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റാണ് അവർ കാണിച്ചിട്ടുള്ളത്. അത്ര അടുത്ത് എപ്പോഴും ഇഴുകിച്ചേർന്ന് ആ പാർട്ടിയുമായി കോൺഗ്രസുമായി യോജിച്ചു പോകാനൊന്നും തൃണമൂൽ തയ്യാറായിട്ടില്ല. പലപ്പോഴും അവരെ വിമർശിച്ചും അവരോട് ഉടക്കിയും കലഹിച്ചും ഒക്കെ തന്നെ, എന്നാൽ പലപ്പോഴും ചേർന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മമതയുടെ രാഷ്ട്രീയ പാരമ്പര്യം അത് തന്നെയാണല്ലോ. കോൺഗ്രസിൽ നിന്ന് തുടങ്ങുന്നു മമത. കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ഒരു യുവ പോരാളിയായിട്ടാണ് അവർ ബംഗാളിൽ ഉദയം കൊള്ളുന്നത്. അന്ന് CPM-ന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് സോമനാഥ് ചാറ്റർജിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ആദ്യമായി ലോക്സഭയിലേക്ക് എത്തുന്നത്. പിന്നീട് പലപ്പോഴും കോൺഗ്രസിന്റെ തന്നെ ജനപ്രതിനിധിയായി വന്നു. പിന്നീടാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ കലഹങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഏറ്റവും വലിയ നിരയോട് വരെ കലഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കുന്നു തൃണമൂൽ. അതിനുശേഷം അവരുടെ മുഖ്യ എതിരാളിയായി ബംഗാളിൽ CPM ആണ്. CPM-നെ പരാജയപ്പെടുത്തി അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ വളരെ ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ വഴികളിൽ കൂടി കനലുകൾ താണ്ടിയുള്ള ഒരു വരവാണ് തൃണമൂലിനെ കൊണ്ട് ഈ മമത വന്നിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മമത അതിൽ നിന്ന് മാറി ചിന്തിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മമത എത്തിയേക്കുമെന്നുള്ള ഒരു സൂചന തരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ചില വാർത്തകൾ വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മമത ഇപ്പോൾ എങ്ങനെ എത്തി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അവിടെ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിലായിരുന്നില്ല മത്സരം. കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് നിൽക്കുന്നു. അവർ തൃണമൂലിനെ നേരിടുകയാണ്. BJP-യും മറുവശത്ത്. അങ്ങനെ ഒരു ത്രികോണ മത്സരമായിരുന്നു. അവിടെ കോൺഗ്രസും CPM-ഉം ഒരുമിച്ചാണ് നിന്നത്, തൃണമൂൽ മറ്റൊരു കക്ഷിയായിട്ടും. അതിൽ നിന്നും മാറി. പക്ഷെ അപ്പോഴും അവിടെ മമതയെ കോൺഗ്രസുമായി അടുപ്പിക്കുന്നതിന് ഇടയിൽ നിന്നിരുന്ന, അതിന് തടസ്സമായിരുന്ന ഒരു ഘടകം കോൺഗ്രസിന്റെ അവിടുത്തെ PCC അധ്യക്ഷനായിരുന്ന അധീർ രഞ്ജൻ ചൗധരി ആയിരുന്നു. ചൗധരി പലപ്പോഴും മമതയെ രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ അധീർ രഞ്ജൻ ചൗധരിയെ ഇപ്പോൾ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ മമതയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെയാണോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെയാണോ ഇത്തരത്തിലൊരു അധീർ രഞ്ജൻ ചൗധരിയെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചതെന്നുള്ളവരെ സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിനുശേഷമാണ്, തൊട്ടടുത്ത ദിവസമാണ് P ചിദംബരം അവിടെ പോയി മമതയുമായി ചർച്ച നടത്തുന്നതൊക്കെ. അപ്പോൾ ആ നിലയിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മമത കോൺഗ്രസുമായി യോജിച്ചു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ കോൺഗ്രസിന് മമതയെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് അവരെ അത്തരമൊരു ആലോചനയിൽ എത്തിക്കുന്ന ഒരു ഘടകം എന്തായിരിക്കും? ഇപ്പോൾ അമൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു മമതയ്ക്കും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനും കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയോട് ഇത്ര കാലം വരേക്കും ഉണ്ടായിരുന്നത് എന്നാണ്. എന്തുകൊണ്ട് ഇപ്പോൾ അതൊരു അറ്റാച്ച്മെൻറ്റ് മാത്രമായി ചുരുങ്ങുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ കാരണം അമൽ, കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 2024 വരേക്കുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയോ അല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാരുമായി ഫൈറ്റ് ചെയ്യാൻ പാർലമെൻറ്റിലേക്ക് പോകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം. അതായത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ശിവസേനയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് പാർട്ടിയായി മാറിയിരിക്കുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. രാജസ്ഥാനിൽ നോക്കൂ, ഇപ്പോൾ 2019 25 സീറ്റാണ് രാജസ്ഥാനിൽ ഉണ്ടായിരുന്നത്. ആ 25-ൽ 25 സീറ്റും പിടിച്ച BJP-ക്ക് ഇക്കുറി ഖേദിക്കേണ്ടി വന്നിരിക്കുന്നു. അവരുടെ 8 സീറ്റുകൾ ആണ് രാജസ്ഥാനിൽ കോൺഗ്രസ് കൊണ്ടുപോയത്. അപ്പോൾ മധ്യപ്രദേശിൽ മാത്രമാണ് ഈ BJP-യുടെ RSSൻ്റെ ഹിന്ദുത്വ പരീക്ഷണം ഒക്കെ വിജയിച്ചത്. രാജസ്ഥാനിൽ അത് പൊട്ടിപ്പാളീസായി എന്ന് മാത്രമല്ല 8 സീറ്റ് കോൺഗ്രസ് പാർട്ടിയാണ് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ കർണാടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സീറ്റ് മാത്രമാണ് കർണാടകത്തിൽ കോൺഗ്രസിന് 2019 ഉണ്ടായിരുന്നത്. അത് 9 സീറ്റായി മാറി. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കർണാടകത്തിൽ അവർ 10-ലധികം സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് കിട്ടിയില്ല. എങ്കിലും ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്നത് 9 സീറ്റിലേക്ക് അവർ വളർന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു മാറ്റമാണ്. ഇനി തെലങ്കാനയിൽ 2019 4 സീറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. തെലങ്കാനയിലും അവർ ഒരു 15 സീറ്റോളം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ 8 സീറ്റിൽ ചുരുങ്ങി. പക്ഷേ 2019 ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ വലിയ വളർച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായി.
ഇനി ഗുജറാത്ത് നമുക്കറിയാമല്ലോ BJPയുടെ ഒരു കോട്ടയാണ്. അവിടെ 26 സീറ്റും BJPക്ക് എന്നുള്ളത് അവിടെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. ഗുജറാത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. ഇനി UPയിലാണല്ലോ ഏറ്റവും വലിയ നേട്ടമുണ്ടായത്. UPയിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് BJPയെ 33 സീറ്റിലേക്ക് ഒതുക്കിയെങ്കിൽ കോൺഗ്രസ് തനിച്ച് 2019 ഒരു സീറ്റ് മാത്രം, റായ്ബറേലി മാത്രം നേടിയ കോൺഗ്രസിന് ഇത്തവണ ഉത്തർപ്രദേശിൽ 6 സീറ്റുകൾ വരെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഹരിയാനയിലേക്ക് പോയാലോ 2014 2019 ആകെയുള്ള 10 സീറ്റും പിടിച്ച BJPക്ക് ഇക്കുറി പൊട്ടിക്കരയേണ്ടി വന്നു. കാരണം 10ൽ 5 സീറ്റും കോൺഗ്രസ് പാർട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി നേടിയ അഭൂതപൂർവമായ വളർച്ച, മുന്നേറ്റം, ഇന്ത്യ സഖ്യം എന്ന നിലയിൽ രാഹുലിൻ്റെ നേതൃത്വത്തിലുണ്ടായ ഒരു കുതിപ്പ്, അത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇപ്പോൾ മമതയെ മാത്രമല്ല, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ കാര്യമെടുക്കൂ. ആന്ധ്രാപ്രദേശിൽ TDPയെ ഉപയോഗിച്ച് YSRCPയെ എന്തായാലും തകർത്ത് തരിപ്പണമാക്കാൻ തന്നെയാവും BJP ശ്രമിക്കുക. BJPയെ ഉപയോഗിച്ച് ആ രീതിയിൽ തന്നെ YSRCPയെ അറ്റാക്ക് ചെയ്യാനായിരിക്കും TDPയും ശ്രമിക്കുക. TDP എന്തായാലും YSRCPയെ, ജഗൻമോഹൻ റെഡ്ഡിയെ വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോൾ അതിന് BJPയുടെ സഹായം TDPക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പിന്നീട് ചിലപ്പോൾ TDPയും ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് BJP നേരിട്ടേക്കാം ആന്ധ്രയിൽ. അപ്പോൾ സ്വാഭാവികമായും ജഗൻമോഹൻ റെഡ്ഡിക്ക് അവിടെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. അപ്പോൾ 1-2 സീറ്റുകളിൽ പ്രസൻസോ അല്ലെങ്കിൽ കരുത്തോ ഉള്ള പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ച് കോൺഗ്രസിലേക്ക് അടുക്കാനുള്ള ഒരു പ്രലോഭനം അവരിൽ ഉണ്ടാക്കാൻ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കാരണമായിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ച് ഇപ്പോൾ ജൂലൈ 1 മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണല്ലോ. ഈ പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ യോജിച്ചുള്ള പ്രക്ഷോഭം മമതാ ബാനർജിയെ സംബന്ധിച്ചും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ആവശ്യമാണ് എന്ന് മാത്രമല്ല അനിവാര്യമാണ്. ഇപ്പോൾ എന്താ പുതിയ ക്രിമിനൽ നിയമങ്ങൾ? അതിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഭാരതീയ ന്യായ സംഹിത എന്നാണ് ഒന്നാമത്തെ നിയമത്തിൻ്റെ പേര്. ക്രിമിനൽ നടപടിക്രമത്തിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ് രണ്ടാമത്തെ ക്രിമിനൽ നിയമത്തിൻ്റെ പേര്. മൂന്നാമത്തേത് ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനയം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഭരണഘടനയുടെ 348 അനുച്ഛേദമനുസരിച്ച് പാർലമെന്ററി നിയമങ്ങളുടെ ഉള്ളടക്കം ഇംഗ്ലീഷിലാകണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലും മറികടന്നുകൊണ്ട് ഈ പാർലമെന്ററി നിയമങ്ങളുടെ ഉള്ളടക്കം ഇംഗ്ലീഷിലാകണം എന്ന് ഭരണഘടനയുടെ 348 അനുച്ഛേദത്തിലെ വ്യവസ്ഥയെപ്പോലും മറികടന്നുകൊണ്ട് ഈ നിയമങ്ങളുടെ പേര് തന്നെ ഹിന്ദിയിലോ സംസ്കൃതത്തിലോ ആണ്. ഇനി കണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാലോ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അത് നമ്മുടെ മുഖ്യ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ പ്രേക്ഷകർ അറിയാൻ വേണ്ടി മാത്രം 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഉദാഹരണമായി പറയാം. കോടതി ഉത്തരവില്ലാതെ തന്നെ വേണമെങ്കിൽ ഒരു വ്യക്തിയുടെ രേഖകളോ ഇതര വസ്തുക്കളോ പോലീസിന് കണ്ടുകെട്ടാം. അത് ഈ സുരക്ഷാ സംഹിതയുടെ 185 വകുപ്പിൽ പറയുന്ന കാര്യമാണ് അമൽ. മറ്റേത് ഇപ്പോൾ കസ്റ്റഡി സമയത്തെക്കുറിച്ച് അവ്യക്തതയുണ്ട്. നേരത്തെ 15 ദിവസം എന്ന ഒരു കസ്റ്റഡി സമയത്തിലെ വ്യക്തതയുണ്ടായിരുന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അതിനൊരു കാലപരിധി ഉണ്ടായിരുന്നു. ഇനി ആ കാലപരിധി ഇല്ല. കാരണം അന്വേഷണ സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ചോദ്യം ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാം. അപ്പോൾ ഈ അന്വേഷണ സമയം തീരുമാനിക്കുന്ന ആരാണ്? അത് പോലീസാണ്. അപ്പോൾ അവർ 15 ദിവസം കസ്റ്റഡിയിൽ വെക്കാം എന്നുള്ള ആ കാലപരിധി ഇല്ലാതാവുകയും എപ്പോഴാണോ അന്വേഷണം തീരുന്നത് ആ അന്വേഷണത്തിൻ്റെ ആ കാലദൈർഘ്യം അനുസരിച്ചുകൊണ്ട് അത് 60 ദിവസം വരെയാകാം, അതോ 90 ദിവസം വരെയാകാം. ആ കാലപരിധി 15 ദിവസം എന്ന കാലപരിധി ഇല്ലാതാകുന്നു. ഈ 90 ദിവസത്തിനിടയിൽ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും അന്വേഷണ സംഘത്തിന് പോലീസിന് കസ്റ്റഡിയിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ജനാധിപത്യത്തെയും പൗരസ്വാതന്ത്ര്യത്തെയും അട്ടിമറിക്കുന്ന വെല്ലുവിളിക്കുന്ന നിയമവ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇതിനെതിരെ ഉയരുന്ന പ്രധാന ആക്ഷേപം. അപ്പോൾ ഇതിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതിനാൽ തന്നെ കോൺഗ്രസുമായി യോജിച്ചുള്ള പ്രക്ഷോഭം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, മമതാ ബാനർജിയെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു കാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മമത കൂടി വന്നാലുള്ള നേട്ടമാണ്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ പി ചിദംബരം പശ്ചിമ ബംഗാൾ സെക്രട്ടേറിയറ്റിൽ വന്നുകൊണ്ട് മമതാ ബാനർജിയുമായി സംസാരിക്കുന്നത്. മമതാ ബാനർജിയെ സംബന്ധിച്ച് നാലാമത്തെ കാരണത്തിലേക്ക് ഞാൻ വരാം. അതായത് പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കണമെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും ശക്തമായ ആവശ്യം ഉന്നയിച്ച ആളാണ് മമതാ ബാനർജി.
അപ്പോൾ അതാണ് പ്രിയങ്കയുമായിട്ടുള്ള അടുപ്പം. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മമതയുണ്ടാകണമെന്ന ആവശ്യം പി ചിദംബരം മുന്നോട്ട് വയ്ക്കുന്നതും ഒരു വിമുഖതയും ഇല്ലാതെ ഒരു വിയോജിപ്പും ഇല്ലാതെ മമത അതിന് യെസ് മൂളുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏക ബ്ലോക്ക് എന്താണ്? അധിർ രഞ്ജൻ ചൗധരിയാണ്. അധിർ രഞ്ജൻ ചൗധരി എന്ന തലവേദന ഒഴിഞ്ഞു എന്നതാണ് ഈ ഒരു ബന്ധം ഇനി അങ്ങോട്ട് ഊഷ്മളമാകും എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസും മമതാ ബാനർജിയും തമ്മിലുള്ള ബന്ധം കുറെ കൂടി ഊഷ്മളമാകാൻ അധിർ രഞ്ജൻ ചൗധരി എന്ന ബ്ലോക്ക് ഒഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി ഈ രാജ്യത്താകെ 52 സീറ്റിലാണ് CPM മത്സരിച്ചത്. 4 സീറ്റിൽ മാത്രമാണ് CPM ജയിക്കാനായത്. അപ്പോൾ ആ CPM ആണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബദ്ധശത്രു. അങ്ങനെയാണെങ്കിൽ ആ CPM എത്രയോ ഉയരത്തിലാണ് കോൺഗ്രസ്. ആ കോൺഗ്രസുമായി സഹകരിക്കുന്നതല്ലേ നല്ലത്? അതാണ് ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഈ ഒരു കൊടുക്കൽ വാങ്ങലിന് തയ്യാറാകാൻ മമതാ ബാനർജിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, മമത കൂടി വന്നാലുള്ള നേട്ടം. ആ നേട്ടം മമതാ ബാനർജിക്കുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തുടക്കം കുറിക്കുന്ന മണ്ഡലമായി കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലം മാറുകയാണ്. പ്രിയങ്ക അവിടെ വിജയിക്കും എന്നുറപ്പാണ്. പ്രിയങ്കയെ സംബന്ധിച്ച് ഇപ്പോൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഉള്ള ഒരാളാണ് രാഹുൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള അപ്രതീക്ഷിതമായ എൻട്രിയാണ് പ്രിയങ്കയുടേത്. ഞാൻ പറഞ്ഞല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രിയങ്ക മത്സരിക്കുമോ ഇല്ലയോ എന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ രാജ്യത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ ആവേശത്തിലാക്കിക്കൊണ്ട് പ്രിയങ്ക വയനാട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ പ്രിയങ്കയുടെ ഭൂരിപക്ഷം കൂടും എന്നും ഉറപ്പാണ്. പ്രിയങ്ക വിജയിക്കും എന്നും ഉറപ്പാണ്. ആ വിജയത്തിൽ മമത കൂടി പങ്കാളിയാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് മമത കൂടി വരുമ്പോൾ പിന്നെ വയനാടിൻ്റെ പ്രത്യേകത എന്താണ്? വയനാട് രാഹുൽ ഗാന്ധി 2 തവണ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. 2ാം തവണയും ഇപ്പോൾ രാഹുൽ വിജയിച്ചു. പക്ഷേ രാഹുൽ ആ സീറ്റ് വേണ്ടെന്ന് വയ്ക്കുന്നു. രാഹുൽ ഒഴിയുന്നു. ആ ഒഴിവിലേക്കാണ് പ്രിയങ്ക വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, വയനാട് ലോക്സഭാ മണ്ഡലം ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് 2ാം റായ്ബറേലിയായി മാറുന്നു എന്നുള്ളതാണ്. വയനാടിനെ ഇനി അങ്ങോട്ട് നെഹ്റു കുടുംബത്തിന് ഉപേക്ഷിക്കാനാകില്ല. വയനാട് ലോക്സഭാ മണ്ഡലം നെഹ്റു കുടുംബത്തിൻ്റെ സ്വന്തം മണ്ഡലമായി മാറുന്നു. അവിടേക്കാണ് പ്രിയങ്ക വരുന്നത്. അവിടെയാണ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി രംഗത്തേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഈ മമത ആരാണ്? നരേന്ദ്രമോദിയെ വിറപ്പിച്ച മഹുവ മൊയ്ത്രയുടെ നേതാവാണ് മമതാ ബാനർജി. നരേന്ദ്രമോദിയുടെ ബദ്ധശത്രുവാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജി കേവലം വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കല്ല വരുന്നത്, ദേശീയ നേതൃനിരയിലേക്കാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ ദേശീയ നേതൃനിരയിലേക്കാണ് വരുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ കുന്തമുനയാകാൻ വേണ്ടിയാണ് മമതാ ബാനർജി വരുന്നത്. അതിൻ്റെ ഒരു ആവേശം ഇന്ത്യ സഖ്യത്തിനുണ്ടാകും. നോക്കിക്കോ അമലെ, ഈ 2024 രാജ്യത്താകെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും പടയോട്ടത്തിന് തുടക്കം കുറിക്കുന്ന വർഷം കൂടിയായി മാറാനാണ് പോകുന്നത്. അതിന് മമതാ ബാനർജി കൂടി ഒരു കാരണക്കാരിയായി മാറും വരികയാണെങ്കിൽ ഉറപ്പ്. സുബിഷെ, അങ്ങനെ ഒരുപക്ഷെ മമത മാത്രമായിരിക്കില്ല. സുബിഷ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഈ വർദ്ധിത വീര്യത്തിൽ അത് ഒരുപക്ഷെ ഒരുപാട് ചെറു പാർട്ടികളെ, കോൺഗ്രസ് വിട്ടുപോയ പാർട്ടികളെ അടക്കം അവരിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള, അല്ലെങ്കിൽ അവരോട് കൂടുതൽ ചേർന്ന് നിന്ന് പോകാനുള്ള ഒരു പ്രേരണ അവർക്കുണ്ടാകും. ഇപ്പോൾ YSR കോൺഗ്രസിൻ്റെ കാര്യം നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. തെലങ്കാനയിൽ ഇപ്പോൾ YS രാജശേഖര റെഡ്ഡി എന്ന് പറയുന്ന ഒരു ഐക്കണാണ് അവിടെ കോൺഗ്രസിനെ വലിയ വിജയം മുൻപ് സമ്മാനിച്ചത് തെലങ്കാനയിൽ. ആ YS രാജശേഖര റെഡ്ഡിയുമായി പിന്നീട് കോൺഗ്രസ് തുടക്കുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടാകുന്ന മരണം, അതിനുശേഷം അദ്ദേഹവുമായിട്ട് പാർട്ടി നേതൃത്വം അകലുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ ആ പാർട്ടി വിട്ട് കലഹിച്ചിറങ്ങുന്നതും സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കുന്നു. അവിടെ ജഗൻ വലിയ നേട്ടമുണ്ടാക്കുന്നു, ഭരണത്തിലെത്തുന്നു. പക്ഷേ ഇപ്പുറത്ത് TDPയും BJPയും ഒരുമിച്ച് നിന്ന് ഇത്തവണ ജഗനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയിരിക്കുകയാണെന്ന് മാത്രമല്ല, ഇന്ന് തന്നെ നമ്മൾ കാണുന്നു ജഗനെ പരമാവധി ഒതുക്കുവാനുള്ള, അപ്പോൾ അത് അവരുടെ പാർട്ടി ഓഫീസുകളടക്കം ഇടിച്ചു നിരത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ജഗൻ TDPയെ നേരിട്ടതും ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലിട്ട കാര്യമൊക്കെ നമുക്കറിയാം. സ്വാഭാവികമായിട്ട് ഒരു പ്രതികാര നടപടി ഉണ്ടാവും. TDPയും BJPയും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ജഗൻ അവിടെ കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ജഗനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പാർട്ടി എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിലനിൽക്കുന്ന പ്രയാസമായിരിക്കും. അദ്ദേഹത്തിന് ഒരു ദേശീയ കക്ഷിയുടെ പിന്തുണ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ജഗന്റെ സഹോദരിയൊക്കെ ഇപ്പോൾ കോൺഗ്രസിന്റെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷയാണ്. ആ നിലയിൽ ജഗൻമോഹൻ കൂടി കോൺഗ്രസ് അനുകൂല നിലപാടെടുത്താൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ സാഹചര്യം നിലനിൽക്കുന്നു കൂടിയുണ്ട്.
ഇപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യം നോക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് രാഹുലിൻ്റെ ഫോർമുലയാണ് അമലെ അവിടെ വിജയിച്ചത്. ഇപ്പോൾ രാഹുൽ ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെയാണ് അത് സാധ്യമാക്കിയെടുത്തത്. വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇപ്പോൾ രാഹുലിൻ്റെ ഏറ്റവും വലിയ പ്ലസ്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് ഇത്രയേറെ പാർട്ടികളുണ്ടല്ലോ. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പോലും എന്താണ്, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമുണ്ട്, ശരത് പവാറിൻ്റെ NCP ഉണ്ട്. എന്നിട്ട് പോലും ആർക്കും ഒരു അതൃപ്തിക്ക് വഴിവെക്കാതെ, ഒരു അസ്വാരസ്യങ്ങൾക്കും ഇട നൽകാതെ, ഒരു അപശബ്ദം പോലും കേൾപ്പിക്കാതെ സീറ്റ് ധാരണ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു അസ്വാരസ്യങ്ങൾക്കും വഴിവെക്കാതെ മഹാരാഷ്ട്രയിൽ പോലും അവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. എല്ലാവരും സംതൃപ്തരാണ് സീറ്റ് ധാരണയിൽ. അതാണ് ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത്. പക്ഷേ NDAയിൽ എന്താ അവസ്ഥ? ഇപ്പോൾ ഈ മഹായുതി സഖ്യം ഒരു അധിക ബാധ്യതയായി BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് മാറിയിരിക്കുന്നു. കാരണം അജിത് പവാർ പക്ഷത്തിന് കിട്ടിയത് ഒറ്റ സീറ്റാണ്. അജിത് പവാർ പക്ഷത്തിന് കിട്ടിയത് ഒറ്റ സീറ്റ്, ശിവസേന ഷിൻഡെ വിഭാഗത്തിന് കിട്ടിയത് 7 സീറ്റ്. അപ്പോൾ അജിത് പവാർ സഖ്യവുമായി മുന്നോട്ട്, അജിത് പവാർ പക്ഷവുമായി മുന്നോട്ട് പോകാനേ ഇപ്പോൾ BJPക്ക് താല്പര്യമില്ല. RSS എന്താ പറഞ്ഞത്? RSSൻ്റെ ഏറ്റവും രൂക്ഷമായ വിമർശനത്തിന് കാരണം എന്താണ്? ഈ പവാർ വിരുദ്ധ പൊളിറ്റിക്സുമായാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ പവാർ പക്ഷത്തെ ഒരു വിഭാഗത്തെ ഇങ്ങോട്ട് അടർത്തി മാറ്റി കൊണ്ടുവന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യും എന്നാണോ വിചാരിച്ചത്, നിങ്ങൾ കരുതിയത് എന്നാണ് മഹാരാഷ്ട്രയിലെ RS പ്രവർത്തകർ മുഴുവൻ ചോദിച്ചത്. അതിനുള്ള അടി കിട്ടി അവിടെ NDAക്ക്. ഒരൊറ്റ സീറ്റാണ് അജിത് പവാർ പക്ഷത്തിന് കിട്ടിയത്. അപ്പുറത്ത് എന്താ അവസ്ഥ? കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടി, 13 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ഉദ്ധവ് താക്കറെക്ക് 9 സീറ്റ് കിട്ടി, ശരത് പവാറിന് 8 സീറ്റ് കിട്ടി. അപ്പോൾ അവർക്ക് ഇനി സധൈര്യം മഹാവികാസ് അഘാഡിക്ക് മുന്നോട്ട് പോകാം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288 സീറ്റാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ളത്. നിലവിലെ നില വെച്ചാണെങ്കിൽ കോൺഗ്രസ്, ഉദ്ധവ് താക്കറെ വിഭാഗം, ശരത് പവാറിൻ്റെ NCPയും കൂടി ചേർന്ന ഈ മഹാവികാസ് അഘാഡിക്ക് 150-ൽ അധികം സീറ്റ് കിട്ടാനാണ് സാധ്യത. 150-ലധികം സീറ്റ് മഹാവികാസ് അഘാഡിക്ക് കിട്ടും. പക്ഷേ ഇതേ സീറ്റ് ധാരണയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകണം, ഇതേ രീതിയിൽ യാതൊരു അതൃപ്തിക്കും വഴിവെക്കാതെ. അപ്പോൾ കോൺഗ്രസ് ഇതാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സ്വീകരിച്ച ഫോർമുല, അതേ ഫോർമുല അനുസരിച്ച് കൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സീറ്റ് ധാരണയ്ക്ക് തങ്ങൾ ഒരുക്കമാണ്. കാരണം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് കൂടുതൽ കരുത്തുള്ള പാർട്ടി എന്ന് പറയുന്നത് ശിവസേനയാണ്. ആ ശിവസേനയിൽ ഷിൻഡെ പക്ഷത്തിന് 7 സീറ്റുകൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ പക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ തങ്ങൾ നൽകും എന്നുള്ള ഓഫർ കോൺഗ്രസ് ഇപ്പോൾ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളാണ് കിട്ടിയത്, ഷിൻഡെ പക്ഷത്തിന് 7 സീറ്റാണ് കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഒറ്റക്കക്ഷിയായ കോൺഗ്രസ് ആണ് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് തങ്ങൾക്കാണ്. പക്ഷേ ആ അവകാശവാദം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും NCPയുടെ ശരത് പവാർ വിഭാഗത്തിനും കൂടുതൽ സീറ്റുകൾ നൽകാൻ തങ്ങൾ ഇപ്പോഴേ തയ്യാറാണ്. കാരണം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ, രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വിട്ടുവീഴ്ചയ്ക്കുള്ള റിസൾട്ട് ഘടകകക്ഷികളും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും കോൺഗ്രസിന് തിരിച്ചു നൽകിക്കഴിഞ്ഞു. മനോഹരമായ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. അതിനാൽ തന്നെ ആ വിട്ടുവീഴ്ച മനോഭാവവുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നു. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശിവസേനയ്ക്കും, ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും NCPയുടെ ശരത് പവാർ വിഭാഗത്തിനും കൂടുതൽ സീറ്റുകൾ നൽകാനാണ് തയ്യാറാണ്. അതിനുള്ള വിട്ടുവീഴ്ച മനോഭാവവുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഓഫർ കോൺഗ്രസ് ഇപ്പോഴേ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അവിടെയും ആ ബോണ്ട് കുറച്ചുകൂടി ദൃഢമാവുകയാണ്. കോൺഗ്രസിനകത്തെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനകത്തെ ബോണ്ട് കുറെ കൂടി ദൃഢമാവുകയും അപ്പുറത്ത് അജിത് പവാർ പക്ഷത്തെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള ആലോചനയിലേക്കാണ് BJP പോകുന്നത്. ഷിൻഡെ പക്ഷത്തെ പോലും ഉൾക്കൊള്ളാനാകാത്ത വിഭാഗത്തിലുള്ള ഉൾപാർട്ടി തർക്കങ്ങൾ NDAക്കകത്ത് രൂക്ഷമായി കഴിഞ്ഞു. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് കോൺഗ്രസ് ശക്തിപ്പെടുന്നത്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ സുബിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് കോൺഗ്രസ് നിർജ്ജീവമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അത് ഉയർത്തെഴുന്നേറ്റ് വന്നു. അപ്പോഴും തങ്ങളുടെ ഒപ്പം നിന്ന ആളുകളോട് പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അവർ ഇപ്പോഴും ശ്രമിക്കുന്നു. അങ്ങനെ ഒരു നിലപാടിലാണെങ്കിൽ, രാഷ്ട്രീയ തീരുമാനത്തിലാണ് കോൺഗ്രസ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വളരെ ഗുണം ചെയ്യും. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അവിടെയെല്ലാം ഇന്ത്യ സഖ്യം കൂടുതൽ കരുത്ത് കാട്ടുകയും ചെയ്യും. ICL Finco, the intelligent choice.